ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തേത് ഒരു 3 വയസ്സുകാരൻ്റെ ലഞ്ച് ബോക്സ് റെസിപ്പീസാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് റെസിപ്പി ടൊമാറ്റോ റൈസാണ്. ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് ഒരു പട്ടയുടെ പീസും ഒരല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ സവാളയുടെ പകുതിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾ, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല. പൊടികളെല്ലാം ഞാൻ 1/2 ടീസ്പൂൺ വീതമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പൊടികളുടെ എല്ലാം റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു ചെറിയ തക്കാളി കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് കുക്കായി വരുമ്പോഴേക്കും ചോറ് കൂടി ചേർത്ത് 1 മിനിറ്റ് നേരം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സെക്കൻഡ് റെസിപ്പി ബീട്രൂട്ട് റൈസ് ആണ്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ബീട്രൂട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ബീട്രൂട്ടിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി കൂടെ ഇട്ട് ചോപ്പ് ചെയ്യാവുന്നതാണ്. ബീട്രൂട്ട് ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പും പൊടികളും ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറിന് പകരം 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യാവുന്നതാണ്. പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റാം. ബീട്രൂട്ട് ഒന്ന് കുക്കായി വന്നാൽ ഇനി ഇതിലേക്ക് ചോറ് ആഡ് ചെയ്ത് 1 മിനിറ്റ് നേരം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേർഡ് റെസിപ്പി ക്യാബേജും ക്യാരറ്റും മിക്സ് ചെയ്ത റൈസിൻ്റെ റെസിപ്പിയാണ്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത 1 കപ്പ് ക്യാബേജ്, ക്യാരറ്റ്, സവാള ഇവയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെജീസ് ഒന്ന് വഴണ്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നതുവരെ മിക്സ് ചെയ്തെടുക്കാം. ഇനി വെജീസ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ ചോറ് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാത്തിനും സാദാ റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് എടുക്കാവുന്നതാണ്. ഫോർത്ത് റെസിപ്പി പൊട്ടറ്റോ റൈസാണ്. ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഒരു ചെറിയ പൊട്ടറ്റോ ചെറുതായി അരിഞ്ഞതും ഒരല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ഒന്ന് വഴണ്ടി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊട്ടറ്റോ കുക്കായി കഴിഞ്ഞാൽ റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് 1 മിനിറ്റ് നേരം മിക്സ് ചെയ്യാം. ഇങ്ങനെ തയ്യാറാക്കുന്ന പൊട്ടറ്റോയ്ക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിക്കുന്ന ആ ഒരു രുചിയാണ് കേട്ടോ. അടുത്ത റെസിപ്പി ക്യാരറ്റ് റൈസാണ്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ക്യാരറ്റ് ചോപ്പ് ചെയ്തതും ഒരു സവാളയുടെ പകുതി ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നതുവരെ മിക്സ് ചെയ്യാം. ക്യാരറ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ റൈസ് ചേർത്ത് 1 മിനിറ്റ് നേരം മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെറുതായി ചോപ്പ് ചെയ്ത് നെയ്യിലോ ബട്ടറിലോ ഇട്ട് വഴറ്റി കൊടുക്കുവാണെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും വെജീസ് കഴിച്ചോളും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് താഴെ അറിയിക്കുക.